So welcome all once again to our channel Chemflix, and if you are new to this channel, please subscribe this channel. Okay, so today we're going to discuss about the conductivity cell. Okay, so conductivity cell എന്താണെന്നാണ് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. കണ്ടക്ടിവിറ്റി സെൽ എന്ന് പറയുമ്പോൾ ഇതാണ് കണ്ടക്ടിവിറ്റി സെൽ. അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും രണ്ട് പ്ലാറ്റിനൈസ്ഡ് PT ഇലക്ട്രോഡ് ഉണ്ട്, ഒരു സൊല്യൂഷൻ ഉണ്ട്, ദാറ്റ് ഈസ് അവർ ഇലക്ട്രോലൈറ്റ് ഓഫ് നോൺ കണ്ടക്ടിവിറ്റി ഓൾറെഡി അറിയാവുന്ന ഒരു ഇലക്ട്രോലൈറ്റ് നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. And these platinum electrodes are connected to connecting wires. Okay, so this is an example of conductivity cell. Okay, and the distance between these two electrodes can be called it as L. Okay, L, and the area of cross section of this conductivity cell can be called as A. അപ്പോൾ L by A എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഇറ്റ് ഈസ് സെൽ കോൺസ്റ്റന്റ്. ഓക്കെ, L by A എന്താണ്? സെൽ കോൺസ്റ്റന്റ് ആണ്. അപ്പം നമുക്ക് നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 platinum electrodes coated with the platinum black. Okay, and the electrodes are separated by a distance L and their area of cross section A. It's also clear. And the cell constant of a conductivity cell is usually determined by measuring the resistance of the cell containing a solution whose conductivity is already known. അപ്പോൾ എങ്ങനെയാണ് സെൽ കോൺസ്റ്റന്റ് മെഷർ ചെയ്യുന്നത്? ബൈ മെഷറിംഗ് ദി റെസിസ്റ്റൻസ് ഓഫ് ദി സെൽ. എന്തിനാ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്? നമുക്കറിയാം, റെസിസ്റ്റൻസ് നമുക്ക് വീറ്റ് ബ്രിഡ്ജ് യൂസ് ചെയ്ത് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റും. റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സെൽ കോൺസ്റ്റന്റ് എന്താണ്? സെൽ കോൺസ്റ്റന്റ് ഈസ് ഓർ കണ്ടക്ടൻസ് ഈസ് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. കണ്ടക്ടൻസ് എന്ന് പറയുന്നത് എന്താ? From this equation, okay, conductivity is equal to conductance into cell constant, അല്ലേ? അപ്പോൾ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടക്ടിവിറ്റി ഈസ് കപ്പ ഈസ് ഈക്വൽ ടു കണ്ടക്ടൻസ് ഇൻറ്റു സെൽ കോൺസ്റ്റന്റ്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തേക്കുന്നതിനകത്ത് നോൺ കണ്ടക്ടിവിറ്റി അറിയാവുന്ന ഒരു ഇലക്ട്രോലൈറ്റ് ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ അതിന്റെ സെൽ കോൺസ്റ്റന്റ് വേണം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സെൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റെസിസ്റ്റൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ എടുത്തു കഴിയുമ്പോൾ നമുക്ക് സെൽ കോൺസ്റ്റന്റ് കിട്ടത്തില്ലേ? അങ്ങനെയാണ് ഈ ആക്ച്വലി കണ്ടക്ടിവിറ്റി സെല്ലില് നമ്മൾ വർക്കിംഗ് ഓഫ് കണ്ടക്ടിവിറ്റി സെല്ലിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് അവിടെ അതാണ്. സെൽ കോൺസ്റ്റന്റ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? സെൽ കോൺസ്റ്റന്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ മെഷറിംഗ് ദി റെസിസ്റ്റൻസ് ഓഫ് ദി സെൽ containing solution whose conductivity is already known. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ KCl സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അറ്റ് 0.01 മോളാറിൽ KCl സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് അബൌട്ട് 1413 മ്യൂ സീമൻ പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് നോൺ ആണ്. ആ കണ്ടക്ടിവിറ്റി വെച്ചിട്ട് നമുക്ക് കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു കണ്ടക്ടൻസ് ഇൻറ്റു സെൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നതിനകത്ത് ഇട്ട് കൊടുത്ത് നമുക്ക് സെൽ കോൺസ്റ്റന്റ് ഒരു പർട്ടിക്കുലർ സെല്ലിന്റെ സെൽ കോൺസ്റ്റന്റ് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വി ഗോയിങ് ടു സീ വാട്ട് ഈസ് മോളാർ കണ്ടക്ടിവിറ്റി. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു കണ്ടക്ടിവിറ്റി എന്താണെന്നായിരുന്നു ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇവിടെ മോളാർ കണ്ടക്ടിവിറ്റി ദാറ്റ് ഇസ് ലാംഡ എം ഡിനോട്ടഡ് ബൈ ലാംഡ എം എന്താണെന്ന് പഠിക്കാൻ പോകുന്നത്. So molar conductivity, as the name implies, it is the conductivity of 1 mole of an electrolytic solution. Okay, conductivity of 1 mole of an electrolytic solution. Molar conductivity, it is determined by lambda m. This is lambda m. Okay, so it is the conductivity of 1 mole of an electrolytic solution kept between 2 electrodes with unit area of cross section and at a distance of unit length. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ. And it is related to conductivity of the solution by the equation. This is important. It is related to conductivity. How this molar conductivity is related to conductivity? Conductivity in the kappa, it is denoted by kappa. So how this molar conductivity is related to conductivity? That is, molar conductivity lambda m is equal to conductivity kappa divided by C, where C is the concentration of the solution. അപ്പോൾ how can we express this concentration? നമ്മൾ ഓൾറെഡി ഒരു 7 മെത്തേഡ്സ് സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു. അതിൽ വൺ ഓഫ് ദി മെത്തേഡ് ഈസ് മൊളാരിറ്റി. സോ മൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോള്യൂം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അതാണ് മൊളാരിറ്റി. സോ ലിറ്റർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 1000. സോ നമ്മൾ ഇവിടെ എഴുതുമ്പോൾ ലാംഡ എം ഈസ് ഈക്വൽ ടു 1000 കാപ്പ ഡിവൈഡഡ് ബൈ എം. ഓക്കെ, വൈ ദിസ് ഇസ് 1000 ഡിവൈഡഡ് ബൈ എം അങ്ങനെ വന്നു? ഇവിടെ റെസിപ്രോക്കൽ ഡിനോമിനേറ്ററിലാണ് സി, therefore ഇവിടെ അതിന്റെ റെസിപ്രോക്കൽ എടുത്തു 1000 ബൈ എം. ഓക്കെ, സോ ലാംഡ എം ഈസ് ഈക്വൽ ടു 1000 കപ്പ ഡിവൈഡഡ് ബൈ എം. ഓക്കെ,
Clear ആണല്ലോ? So the unit of the molar conductivity is ohm raised to -1 centimeter square mole raised to -1, അല്ലെങ്കിൽ ohm raised to -1 നമുക്ക് എങ്ങനെ എഴുതാം? Siemens centimeter square mole raised to -1 എന്ന് എഴുതാം. ഓക്കെ, അതിന്റെ കൺവേർഷൻ 1 സീമൻ മീറ്റർ സ്ക്വയർ മോൾ റേസ് ടു -1. മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ. therefore മീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 100 അതിന്റെ ഓക്കെ ദാറ്റ് ഈസ് 10 to the power 4 സീമൻ സെന്റിമീറ്റർ സ്ക്വയർ പെർ മോൾ. ഓക്കെ, അതിന്റെ കൺവേർഷനും. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ. ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ എങ്ങനെയാണ് കണ്ടക്ടിവിറ്റിയും മോളാർ കണ്ടക്ടിവിറ്റിയും കോൺസെൻട്രേഷനുമായിട്ട് എങ്ങനെയാണ് അവരെ റിലേറ്റ് ചെയ്തിരിക്കുന്നത്? അല്ലെങ്കിൽ ഡൈലൂഷൻ കൂടുമ്പോൾ കണ്ടക്ടിവിറ്റിക്ക് എന്ത് സംഭവിക്കും, ഡൈലൂഷൻ കുറയുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റിക്ക് എന്ത് സംഭവിക്കും? അതുപോലെ തന്നെ വീക്ക് ഇലക്ട്രോലൈറ്റ്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ഓക്കെ, അതിന് മുമ്പ് ഞാൻ പറയട്ടെ, വാട്ട് ഈസ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസിലി ഗെറ്റ് സെപ്പറേറ്റഡ് ഇൻടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് അയോൺസ് വെൻ വി ഡിസോൾവ് ഇൻ വാട്ടർ. അതേസമയം വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഓക്കെ, അതേസമയം വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പാടായിട്ട് അത് തന്നെ വളരെ സ്പീഡി അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അയോൺസ് സെപ്പറേറ്റ് ചെയ്യാൻ വളരെ വിമുഖതയുള്ള ആൾക്കാരാണ് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. സോഡിയം ഹൈഡ്രോക്സൈഡ് ഇസ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ദാറ്റ് ഈസ് സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ തന്നെ Na+ അയോണായിട്ട് OH- അയോണായിട്ട് മാറും. അറ്റ് ദ സെയിം ടൈം അസറ്റിക് ആസിഡ് CH3COOH അതൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. അത് CH3CO- ആയിട്ടും H+ ആയിട്ടും ഡിസോസിയേറ്റ് ചെയ്യാൻ ഇച്ചിരി പാടാം. ഓക്കെ, സോ അത് ഞാൻ മുമ്പേ അത് പറഞ്ഞതേ ഉള്ളൂ. സോ ഹൗ ദിസ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി is related to, or how this concentration or how this dilution affects the conductivity and molar conductivity, അതാണ് നമ്മൾ ഈ സ്ലൈഡ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So both the conductivity and molar conductivity change with the concentration of the electrolyte. ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഡൈലൂഷൻ മാറുന്നതനുസരിച്ച് കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റി ചേഞ്ച് ചെയ്യും. ഡൈലൂഷൻ കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോൺസെൻട്രേഷൻ കുറവ് എന്നാണ് അർത്ഥം. ഓക്കെ, സോ ഡൈലൂഷൻ കൂടുതൽ എന്ന് വെച്ചാൽ ഇപ്പോൾ പെർട്ടിക്കുലർ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സൊല്യൂട്ട് ഉണ്ട്, സോൾവെന്റ് ഉണ്ട്. ഡൈലൂഷൻ കൂടുതൽ എന്ന് പറഞ്ഞാൽ സോൾവെന്റിന്റെ അളവ് കൂടുതലും സൊല്യൂട്ട് അവിടെ 0 ആണ്. ഓക്കെ, so we know that when a solution is diluted, its concentration decreases. Okay, for both the strong and weak electrolyte, conductivity, so what is how this conductivity affects adana adham parna. For both the strong and weak electrolyte, conductivity always decreases with this dilution. appo dilution കൂടുമ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിലും വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിലും കണ്ടക്ടിവിറ്റിക്ക് എന്ത് സംഭവിക്കും? കുറയും. അതിന് കാരണം എന്താ? നമ്പർ ഓഫ് അയൺസ് പെർ യൂണിറ്റ് വോളിയം ഡിക്രീസസ്. ഡൈലൂഷൻ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം, അതായത് നമ്മൾ സൊല്യൂട്ട് പാർട്ടിക്കിൾ വളരെ കുറവാണ്, വിച്ച് മീൻസ് നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം എന്ത് ചെയ്യും? എപ്പോഴും കുറവായിരിക്കും. ആൻഡ് ഹെൻസ് ദി കണ്ടക്ടിവിറ്റി ഡിക്രീസ്. അതുകൊണ്ട് കണ്ടക്ടിവിറ്റി കുറവായിരിക്കും. ഓക്കെ, അന്നത്തെ വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി ഈസ് ദ കണ്ടക്ടൻസ് ഓഫ് യൂണിറ്റ് വോളിയം ഓഫ് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ. ഒരു യൂണിറ്റ് വോളിയം ഓഫ് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷന്റെ കണ്ടക്ടൻസ് ആണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡൈലൂഷൻ കൂടുമ്പോൾ ഓർ കോൺസെൻട്രേഷൻ കുറയുമ്പം എന്ത് സംഭവിക്കും? കണ്ടക്ടിവിറ്റി കുറയും. ക്ലിയർ? അതുപോലെ തന്നെ ഹൗ ദിസ് അഫക്ട്സ് മോളാർ കണ്ടക്ടിവിറ്റി, അതാണ് നോക്കുമ്പോൾ. ഫോർ ബോത്ത് സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ് ദ മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ഡൈലൂഷൻ. കാരണം എന്താ? ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആസ് ഡൈലൂഷൻ ഇൻക്രീസസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ അയോൺസ് ഡിക്രീസസ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് വെച്ചാൽ ദേ ഈസിലി ഗെറ്റ് ഡിസോസിയേറ്റഡ് ഇൻടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് അയൺസ് when we are dissolving it in water, അല്ലെ? സോ ഡൈലൂഷൻ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? അത് ഈസിലി അയോൺസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് അയണിക് മൊബിലിറ്റി കൂടും. വാട്ട് ഹാപ്പൻസ്? ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് അയോണിക് മൊബിലിറ്റി കൂടും. സോ മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ്. ഒന്നുകൂടെ പറയാം, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസിലി ഗെറ്റ് ഡിസോസിയേറ്റഡ് ഇൻടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് വെൻ വി ഡിസോൾവ് ഇറ്റ് ഇൻ വാട്ടർ. ഓക്കെ, സോ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോൾ അതാണ് അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ ആയിട്ട് പെട്ടെന്ന് സെപ്പറേറ്റ് ആവും. സോ ഡൈലൂഷൻ കൂടി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സാധനത്തിന്, അതായത് ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിന് അയണിക് മൊബിലിറ്റി കൂടും, അങ്ങനെ കണ്ടക്ടിവിറ്റി കൂടും. ഓക്കെ, സോ വെൻ ഡൈലൂഷൻ റീച്ചസ് മാക്സിമം, ഡൈലൂഷൻ മാക്സിമത്തിൽ എത്തുക മീൻസ് കോൺസെൻട്രേഷൻ അപ്രോച്ചസ് 0, the molar conductivity becomes maximum and it is called a limiting molar conductivity. So limiting molar conductivity lambda 0 m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മോളാർ കണ്ടക്ടിവിറ്റി മാക്സിമം ആയിരിക്കും. മോളാർ കണ്ടക്ടിവിറ്റി മാക്സിമം ആയ പോർഷനെയാണ് നമ്മൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അവിടെ കോൺസെൻട്രേഷൻ 0 ആയിരിക്കും. ഓക്കെ, ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ ലാംഡ എം ആൻഡ് കോൺസെൻട്രേഷൻ ക്യാൻ ബി ഗിവൻ ആസ് ലാംഡ എം ഈസ് ഇക്വൽ ടു ലാംഡ 0 m മൈനസ് a റൂട്ട് c.
ഇപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് മാത്രമുള്ള ഒരു റിലേഷനാണ് മോളാർ കണ്ടക്ടിവിറ്റിയും ലിമിറ്റ് ഇൻ മോളാർ കണ്ടക്ടിവിറ്റിയും എങ്ങനെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ molar conductivity is equal to lambda 0 m minus a root c. That is, molar conductivity is equal to limiting molar conductivity minus a into root c, square root of c. Okay, where c is the concentration and a is the constant, depends upon the temperature and the nature of the electrolyte and the nature of the solvent. All electrolytes of a particular type have the same value of a. ഒരേ ടൈപ്പിനെല്ലാം സെയിം വാല്യൂ ഓഫ് എ തന്നെയായിരിക്കും. So, അതേസമയം ഇപ്പോൾ weak electrolyte, as dilution increases, the degree of dissociation increases, so the number of ions and hence the molar conductivity increases. Okay. അപ്പോൾ molar conductivity എങ്ങനെയാണ് weak electrolyteന് molar conductivity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dilution കൂടുമ്പോൾ degree of dissociation കൂടും. അപ്പോൾ എന്താ number of ions. അപ്പോൾ എന്താ ഈ weak electrolyte എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ CH3CO മൈനസ് ആണ്, CH3COH ആണെങ്കിൽ H plus CH3CO മൈനസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. അപ്പോൾ ഡൈലൂഷൻ കൂടുമ്പോൾ ഇത് ഈസിലി ഗെറ്റ് ഡിസോസിയേറ്റഡ് ആൻഡ് ദ നമ്പർ ഓഫ് അയൺസ് കൂടും, സോ മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ആൻഡ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ഇതിന്റെ എക്സ് ആക്സിസിൽ റൂട്ട് സി ആണുള്ളത്, ഇതിന്റെ എക്സ് ആക്സിസിൽ. വൈ ആക്സിസിൽ ഇറ്റ് ഈസ് ലാംഡ എം. ഓക്കെ, സോ ലാംഡ എം ഈസ് ഈക്വൽ ടു 0, അതായത് ഈ പോർഷനിൽ ലാംഡ എം ഈസ് ഈക്വൽ ടു 0 വിച്ച് മീൻസ് കോൺസെൻട്രേഷൻ, ലാംഡ എം ഈസ് ഈക്വൽ ടു 0 വിച്ച് മീൻസ് കോൺസെൻട്രേഷൻ 0, അതായത് മാക്സിമം ഡൈലൂഷൻ. ആ ഒരു പർട്ടിക്കുലർ പോയിന്റിനെയാണ് നമുക്ക് ലാംഡ 0 എം അല്ലെങ്കിൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അതാണ് ഈ വാല്യൂ. ഓക്കെ, അവിടെ കോൺസെൻട്രേഷൻ എന്താണ് 0 ആണ്. സോ മൂവിങ് ഫ്രം 0 ടു കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും, അതായത് ഡൈലൂഷൻ കുറഞ്ഞു വരും. അപ്പോൾ ഫോർ എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് നമുക്കറിയാം ലാംഡ എം വേഴ്സസ് റൂട്ട് സി എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പക്ഷേ ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ് അതൊരു കേർവ്ഡ് ലൈൻ ആയിരിക്കും. ഓക്കെ, ഇത് കേർവ്ഡ് ലൈൻ ആയതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഒരു ആക്സിസിലേക്കും എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ മീൻസ് ഒരു ഡാഷ്ഡ് ലൈൻ യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ലൈനിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുമോ, വലിച്ചു നീട്ടാൻ പറ്റുമോ. പക്ഷേ നമുക്ക് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ പറ്റും. ആൻഡ് ദിസ് ഈസ് ലാംഡ 0 എം വാല്യൂ ഓഫ് ഫോർ ദിസ് പർട്ടിക്കുലർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ബട്ട് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ നമുക്ക് അങ്ങനെ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഈസ് നോട്ട് പോസിബിൾ. ഗ്രാഫിക്കലി നമുക്കത്, അതായത് എക്സ്പെരിമെന്റലി നമുക്ക് അത് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഫോർ ദാറ്റ് Kohlrausch's law, we need to go for Kohlrausch's law. Okay, so for strong electrolyte the value of lambda 0 m can be determined by extrapolating the graph, but for weak electrolyte we need to approach this Kohlrausch's law of independent migration of ions. Okay, Kohlrausch's law of independent migration of ions. So this law states that the limiting molar conductivity of an electrolyte, may be a weak electrolyte or strong electrolyte, whatever be, the limiting molar conductivity, limiting molar conductivity is lambda 0 m. Okay, so this law states that the limiting molar conductivity of an electrolyte can be represented as the sum of individual contribution of its ion. Okay, so that means if NaCl is the electrolyte which we have, then the limiting molar conductivity of NaCl can be represented as lambda 0 of Na plus lambda 0 of Cl minus. That means the sum of the individual ionic concentration. That means anion and cation are present. This is anion and cation are present in a particular electrolyte. So the sum of the individual contribution of anion and cation present in that electrolyte. Okay, so thus if an electrolyte on dissociation gives N plus cation and N minus anion. Okay, that next we are going to see what happens in the case of CaCl2. Its limiting molar conductivity is given as, okay, generally lambda 0 m is equal to N plus lambda 0 of plus, that means the cation, plus N minus, that means the number of moles of the anion, that is lambda 0 of that particular anion. Okay, so that means for CaCl2, okay, for CaCl2, when CaCl2 it dissociated to give Ca2 plus and 2 Cl2 minus. Okay, there are 2 atoms of Cl and 1 atom of Ca. So how we can represent it? Lambda 0 m of CaCl2 is equal to
lambda 0 of Ca2 plus, there is only one Ca2 plus is there, but there is 2 Cl minus, therefore 2 into, that is N minus 2 into lambda 0 of Cl minus. Similarly, what if in the case of AlCl3? You know AlCl3, it contains, when AlCl3 dissociate, okay, all of you please listen here, there is no chemical equation here. So AlCl3, it gets dissociated into 1 atom of Al and 3 atoms of Cl. So what happens? Lambda 0 m of AlCl3 is equal to lambda 0 of Al3 plus 3 into lambda 0 of Cl minus. Clear? Okay, so that's how we can represent the limiting molar conductivity of an electrolyte by using this Kohlrausch's law. Okay, next we're going to see what are the different applications of Kohlrausch's law. Okay, so the different applications of Kohlrausch's law are determination of lambda 0 weak electrolyte. That means by using this Kohlrausch's law, we can determine the limiting molar conductivity of weak electrolyte. Okay, and also by this Kohlrausch's law, we can determine the degree of dissociation of weak electrolyte. So these two are for weak electrolyte. The first one is we can determine the limiting molar conductivity of weak electrolyte, and the second one is we can determine the degree of dissociation of weak electrolyte. Okay, first how this is useful for used for the determination of lambda 0, which means the limiting molar conductivity of weak electrolyte. Let's go to that. So by knowing the lambda 0 m value of strong electrolyte, we can calculate lambda 0 m weak electrolyte. Okay, so we can determine the lambda 0 m of acetic acid. Okay, you know acetic acid is an example for weak electrolyte. So by knowing the lambda 0 m of strong electrolyte, we can calculate the lambda 0 m of weak electrolyte, that's such as acetic acid. Okay, so this lambda 0 m of strong electrolyte can be calculated from the graph itself by extrapolating. So you know the lambda 0 m of CH3CONA, that means the sodium acetate, okay, sodium chloride and hydrochloric acid. So these three are the examples of strong electrolyte. Okay, and you know these values of the strong electrolyte, lambda 0 m of value. Okay, you know. Okay, so by knowing these values, we can calculate and we can determine the lambda 0 m of acetic acid. How? Let's see this. This lambda 0 m of CH3COONA can be written as lambda 0 of their individual contribution, ionic concentration, ionic contribution. So here the different ions present in CH3COONA are CH3COO minus and Na plus. Okay, so that means, which means the CH3COONA dissociate to give CH3COO minus and Na plus, and we can write it as lambda 0 of CH3COO minus plus lambda 0 of Na plus. Okay. Similarly, limiting molar conductivity of hydrochloric acid can be written as this. Okay, and we can call it as equation 2, and the limiting molar conductivity of sodium chloride can be written as this, and we can call it as equation number 3. Okay, now the twist is you need to you have to find out the limiting molar conductivity of acetic acid, that is CH3COOH. Alright, so how will you get it? The CH3COOH contains acetate anion, that is CH3COO minus and H plus. Okay, അപ്പോൾ ഇതിനകത്തുള്ളത് പറയുന്നത് CH3COO മൈനസും H പ്ലസുമാണ്, different ions which is present in acetic acid. So ഇതെങ്ങനെ ഇതിൽ നിന്ന് കിട്ടും? ഇതിൽ നിന്ന് കിട്ടണമെങ്കിൽ ഇവിടെ നോക്ക്, ഫസ്റ്റ് ഇക്വേഷനിൽ CH3COO മൈനസ് ഉണ്ട്, സെക്കൻഡ് ഇക്വേഷനിൽ H പ്ലസ് ഉണ്ട് അല്ലേ. സോ നമുക്ക് ഈ CH3COO മൈനസും H പ്ലസും മാത്രം മതി. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഈ ആദ്യത്തെ രണ്ട് ഇക്വേഷൻ തമ്മിൽ കൂട്ടി. സോ 1 + 2. അപ്പോൾ നമുക്ക് CH3COO മൈനസും H പ്ലസും കിട്ടി. അതേസമയം Na പ്ലസും Cl മൈനസും അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അത് രണ്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിൽ നിന്ന് തേർഡ് ഇക്വേഷൻ കുറച്ചു, സബ്സ്ട്രാക്ട് ചെയ്തു. അപ്പോൾ ഈ Na പ്ലസും ഈ Cl മൈനസും ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ ഫൈനൽ റിയാക്ഷനിൽ നമുക്ക് എന്തുണ്ട്, CH3COOHന്റെ
lambda 0 of CH3CO minus plus lambda 0 of H plus ഉണ്ട്. Thus we can calculate the lambda 0 of CH3COH. Clear ആയോ? I will tell you an example. For example, okay, clear. In numerical problem ചെയ്യുമ്പോഴേക്കും clear ആയിക്കോളും. Okay. And the second application of Quadrature's law is you can determine the degree of dissociation of each electrolyte. Okay, that's how. By knowing the molar conductivity at a particular concentration, that is lambda Cm, that is a limiting molar conductivity or molar conductivity at a particular concentration, and limiting molar conductivity, we can calculate the degree of dissociation alpha as alpha is equal to lambda Cm divided by lambda 0m. അതായത് ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷനിലെ മോളാർ കണ്ടക്ടിവിറ്റി നിങ്ങൾക്കറിയാം, അതിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അറിയാമെങ്കിൽ അതിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വാട്ട് ഈസ് ദിസ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ? Dissociation degree or degree of dissociation is the fraction of original solute molecules that have dissociated. എന്തുമാത്രം ഒറിജിനൽ സൊല്യൂട്ട് മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്തു, അതായത് സെപ്പറേറ്റ് ചെയ്തു ഇൻ ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആയാൽ അത് അറിയാൻ പറ്റുന്ന ഒരു ഫ്രാക്ഷനാണ് ഡിസോസിയേഷൻ ഡിഗ്രി എന്ന് പറയുന്നത്. It is usually indicated by the Greek symbol alpha. Okay, this is our alpha. And more accurately, degree of dissociation refers to the amount of solute dissociated into ions or radicals per mole. Okay. So by using this alpha, ഇനി again ഇതിൻ്റെ വേറൊരു ഗുണം പറയുവാണ്, ഈ ആൽഫ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ് കണ്ടുപിടിക്കാൻ പറ്റും. Dissociation constant of acid എന്ന് പറഞ്ഞാൽ Ka, and it can be find out by using this equation, that is Ka is equal to C alpha square divided by 1 minus alpha. Clear ആണോ? So these are the two important applications of Quadrature's law. That is, you can find out the determination of you can find out the limiting molar conductivity of weak electrolyte, and also you can find out the degree of dissociation of weak electrolyte. So okay guys, thank you.